അഭിഷേകിന് പകരം അവനെ കളിപ്പിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സൂപ്പർ 8 മത്സരത്തിന് മുന്നോടിയായി നടന്ന വാർത്താസമ്മേളനത്തിൽ സഞ്ജു സാംസൺ പ്ലേയിങ് 11 ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. അല്പം പരിഹാസരൂപേണ സ്കൈ നടത്തിയ പ്രതികരണം ഇപ്പോൾ ക്രിക്കറ്റ് സർക്കിളുകളിലെ പ്രധാന ചർച്ചാ വിഷയമാണ്. സഞ്ജുവിന് മുകളിൽ തനിക്ക് വിശ്വാസം തിലക് വർമ്മയിലും അഭിഷേക് ശർമ്മയിലുമാണെന്ന കൃത്യമായ സന്ദേശമായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ ഈ വാക്കുകൾ. അതേസമയം ഇരുവരെയും പിന്തുണയ്ക്കുന്നതിനായി മറ്റൊരു താരത്തെ ഇകഴ്ത്തിയുള്ള ഈ കമൻറ്റ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനത്തിനും ഇടയാക്കി. സഞ്ജുവിനെ എക്കാലത്തും പിന്തുണച്ചയാളല്ലേ സൂര്യ എന്ന മറുവശവും പലരും ഉയർത്തിക്കാട്ടുന്നു. പ്രശ്നം അതല്ല. ഇന്ത്യൻ ടോപ്പ് ഓർഡറിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഇനി ഇതുപോലെ ചിരിച്ചുകൊണ്ട് മറുപടി പറയാൻ സൂര്യക്കാകില്ല. മറ്റൊരു മത്സരത്തിൽ കൂടി ഇന്ത്യൻ ഇടങ്കേൻ ഓപ്പണിംഗ് കോംബോ നിരാശപ്പെടുത്തിയതോടെ ടീം ലൈനപ്പ് മറ്റു പണിയാനായിരിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് വെറും 25 അത് സഞ്ജുവും കിഷനും ചേർന്നെടുത്തത്. ബാക്കിയെല്ലാം ഒറ്റയക്കങ്ങൾ മാത്രം. ഇന്ത്യൻ ബാറ്റിംഗ് എന്തുകൊണ്ട് നനഞ്ഞ പടക്കമാകുന്നു എന്നതിന് വേറെ ഉത്തരം തേടേണ്ടതില്ല. ഇന്ത്യൻ ലെഫ്റ്റ് ഹാൻഡേഴ്സ് വേഴ്സസ് സൗത്ത് ആഫ്രിക്കൻ ഓഫ് സ്പിൻ. കളിക്ക് മുമ്പേ വാർത്താ തലക്കെട്ടുകളിൽ ഇങ്ങനെയൊരു ടാഗ്ലൈനും ഉയർന്നിരുന്നു. പാകിസ്ഥാനും നെതർലൻഡ്സിനും പിന്നാലെ ദക്ഷിണാഫ്രിക്കയും ഇന്ത്യക്കെതിരെ പയറ്റിയത് ഇതേ ഓഫ് സ്പിൻ തന്ത്രമാണ്. മോർക്കോ യാൻസനും കഗിസോ റബാഡയും അടക്കമുള്ള പ്രീമിയം പേസർമാരുണ്ടായിട്ടും ആദ്യ ഓവർ എറിയാൻ ബൗളിംഗ് എൻഡിലേക്ക് എത്തിയത് നായകൻ എയ്ഡൻ മാക്രം. പാർട്ട് ടൈം ഓഫ് സ്പിന്നറുടെ ആദ്യ പന്തിനെ ബാക്ക്വേർഡ് പോയിന്റിലൂടെ ബൗണ്ടറി നേടാനുള്ള ഇഷാൻ കിഷന്റെ ശ്രമം ഫീൽഡറുടെ കൈകളിൽ അവസാനിച്ചു. തൊട്ടടുത്ത 2 പന്തുകളിലും റൺസ് നേടാൻ ഇഷാനായില്ല. ഇതോടെ സമ്മർദ്ദം ഇന്ത്യൻ ബാറ്ററിലേക്ക്. മാർക്കത്തിൻ്റെ ഫുള്ളിഷ് ലെങ്ത് ഔട്ട്സൈഡ് ഓഫ് ഡെലിവറിയെ ഓഫ് സൈഡിലൂടെ ഉയർത്തിയെടുക്കാനുള്ള കിഷന്റെ നീക്കം പാളുകയാണ്. എക്സ്ട്രാ കവറിൽ റയാൻ റിക്കൽട്ടൻ്റെ കൈകളിൽ പന്തിൻ്റെ സഞ്ചാരം അവസാനിച്ചു. T20 ലോകകപ്പിൽ മറ്റൊരു ഇന്ത്യൻ താരം കൂടി 0 പുറത്ത്. ഒരുപക്ഷെ അഭിഷേകിന് വിരിച്ച വലയിൽ കുടുങ്ങിയത് കിഷനാണെന്ന വ്യത്യാസം മാത്രമായിരുന്നു പോയ മത്സരത്തിൽ നിന്നുമുള്ള മാറ്റം. മികച്ച ഫോമിലുള്ള കിഷൻ ആദ്യ ഓവറിൽ തന്നെ വീണതോടെ മത്സരത്തിലെ മൊമെൻറ്റം കൂടിയാണ് ഇന്ത്യക്ക് അവിടെ നഷ്ടമായത്. പോയ ദിനം നെറ്റ്സിൽ ബാറ്റിങ്ങിനേക്കാൾ ഏറെ ദക്ഷിണാഫ്രിക്കൻ നായകൻ പരിശീലനത്തിൽ ഏർപ്പെട്ടത് ബൗൾ ചെയ്യാനായിരുന്നു. പ്രോട്ടീസ് കൺസൾട്ടിംഗ് കോച്ചും ഇടങ്കേൻ ബാറ്ററുമായ ആൽബി മോർക്കലിനായി തുടരെ മാർക്കം പന്തെറിഞ്ഞു. ഇന്ത്യൻ ബാറ്റിങ്ങിനെതിരെ നടത്തിയ കൃത്യമായ ഹോംവർക്കിൻ്റെ റിസൾട്ടാണ് അഹമ്മദാബാദിലെ ആ ദൃശ്യങ്ങൾ. ഒരുപക്ഷെ ഓഫ് സ്പിൻ ഇന്ത്യയുടെ ബലഹീനതയാണെന്ന കടുത്ത വിമർശനം നിലനിൽക്കെ ഇതേ തന്ത്രം പറ്റി വലിയ ഷോട്ട് കളിക്കാൻ ബാറ്ററെ പേരിപ്പിച്ച് ഔട്ടാക്കൂ എന്നതും അവരുടെ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു. ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിലൊന്നാകെ 17 ഓവറുകളാണ് ഇന്ത്യക്കെതിരെ ഓഫ് സ്പിന്നർമാർ എറിഞ്ഞത്. പക്ഷേ 106 റൺസ് മാത്രമാണ് ഓഫ് സ്പിന്നർമാർക്കെതിരെ ഇന്ത്യക്ക് നേടാനായിട്ടുള്ളത്. റൺ റേറ്റ് 6.23. ബൈലാറ്ററൽ സീരീസിലടക്കം വലിയ പ്രഹരശേഷിയിൽ ബാറ്റ് വീശിയിരുന്ന അഭിഷേക് ശർമ്മയടക്കം സ്ലോ ബോളർമാർക്ക് മുന്നിൽ നിരായുധനാകുന്ന അവസ്ഥ. ഇന്നലെയും താരത്തിൻ്റെ ബാറ്റിംഗ് ഒട്ടും പോസിറ്റീവായിരുന്നില്ല. സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് ബാറ്റ് വീശിയ താരം നിരവധി തവണയാണ് ബീറ്റണായത്. ലുങ്കി എങ്കിയുടെ സ്ലോ കട്ടറുകൾ നേരിടുന്നതിലും താരം തികഞ്ഞ പരാജയമായി. താരത്തിൻ്റെ വീക്ക് ലിങ്കുകൾ എതിരാളികൾ കൃത്യമായി മനസ്സിലാക്കിയെന്നതുകൂടിയാണ് മോദി സ്റ്റേഡിയത്തിൽ തെളിഞ്ഞു കണ്ടത്. അഭിഷേകിനൊപ്പം തന്നെ തിലക് വർമ്മയുടെ മോശം ഫോമും ഇന്ത്യൻ ബാറ്റിങ്ങിന് തിരിച്ചടിയാകുന്നുണ്ട്. പാകിസ്ഥാനെതിരായ മത്സരത്തിലടക്കം ഇഷാൻ കിഷന്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യൻ ബാറ്റിംഗ് ദൗർബല്യത്തെ ഒരു പരിധിവരെ മറച്ചുവെച്ചത്. പവർ പ്ലേയിൽ ഇഷാൻ കിഷൻ നൽകുന്ന മൊമെൻറ്റം മധ്യ ഓവറുകളിൽ ഇന്ത്യക്ക് നഷ്ടമാകുന്നതിൻ്റെ പ്രധാന കാരണവും തിലകിൻ്റെ സ്ലോ ബാറ്റിംഗ് ആണ്. നിലവിൽ 120 മാത്രമാണ് T20 ലോകകപ്പിൽ തിലകിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. ഇതുവരെ 90 പന്തിൽ നേടിയത് 107 റൺസ് മാത്രം. അഭിഷേക് ശർമ്മ മുതൽ റിങ്കു സിംഗ് വരെയായി ഇന്ത്യൻ ലൈനപ്പിൽ 8ൽ 6 താരങ്ങളും ഇടങ്കയന്മാരാണ്. നെതർലൻഡ്സ് അടക്കമുള്ള താരതമ്യേന ചെറിയ എതിരാളികൾ ഇന്ത്യയുടെ ബാറ്റിങ്ങിനെ കൃത്യമായി എക്സ്പോസ് ചെയ്തിരുന്നു. സൂപ്പർ 8ലെ ആദ്യ മത്സരത്തിൽ കണ്ടതും സമാനമായ കാര്യങ്ങൾ തന്നെ. ഓഫ് സ്പിൻ ബൗളിങ്ങിനെതിരായി ഇന്ത്യയുടെ ദൗർബല്യം മറികടക്കാൻ വലങ്കയൻ ബാറ്ററെ ടീമിലേക്ക് ആഡ് ചെയ്യുക എന്നതാണ് വരും മത്സരങ്ങളിൽ ഇന്ത്യക്കുള്ള ഏക പോംവഴി. അഭിഷേകിന് പകരം സഞ്ജുവിനെ ടീമിലെടുക്കണമെന്ന് മുൻ താരങ്ങളടക്കം പോയ ദിനം അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. സഞ്ജുവിനെ പ്ലേയിങ് 11ലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന കാര്യം പരിഗണനയിലാണെന്ന് പോസ്റ്റ് മാച്ച് പ്രസ് മീറ്റിൽ ഇന്ത്യയുടെ അസിസ്റ്റന്റ് കോച്ച് റയാൻ ഡെസ്കാറ്റെ വ്യക്തമാക്കുകയും ചെയ്തു. റൈറ്റ് ഹാൻഡർ ബാറ്ററെ ടോപ്പ് ഓർഡറിൽ കൊണ്ടുവരുന്നത് ടാക്ടിക്കൽ ഓപ്ഷനാണെന്നും റയാൻ പറഞ്ഞുവെച്ചു. ഈ ലോകകപ്പിൽ ഇരട്ടാക്കത്തിലേക്ക് ഇന്ത്യയുടെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് എത്തിയത് ഒരേയൊരു മത്സരത്തിലായിരുന്നു. ഇഷാൻ കിഷനൊപ്പം സഞ്ജു സാംസൺ ക്രീസിലെത്തിയ നമീബിയക്കെതിരായ മത്സരത്തിലായിരുന്നത്. മികച്ച ഇന്ത്യനിൽ ബാറ്റ് വീശിയ സഞ്ജു 22 റൺസാണ് അന്ന് എടുത്തത്. എന്നാൽ ഇതുവരെ 4 മത്സരത്തിൽ ഓപ്പണിംഗ് റോളിലെത്തിയ അഭിഷേകിൻ്റെ സമ്പാദ്യം 15 റൺസ് മാത്രമാണ്. ഇനി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ട്രാക്ക് റെക്കോർഡ് മാത്രം എടുത്താൽ സഞ്ജു ഏറെ മുന്നിലാണെന്ന് വ്യക്തമാകും. T20 മാത്രം പോർട്ടീസിനെതിരെ 5 ഇന്നിംഗ്സിൽ നിന്നായി 253 റൺസാണ് മലയാളി താരത്തിൻ്റെ സമ്പാദ്യം. ബാറ്റിംഗ് ആവറേജ് 63.25. T20 താരത്തിൻ്റെ 2 സെഞ്ചുറിയും ഇതേ ടീമിനെതിരെയായിരുന്നു. എന്നാൽ മോദി സ്റ്റേഡിയത്തിൽ മോർക്കോ യാൻസന്റെയും കേശവ് മഹാരാജിൻ്റെയും ബൗളിങ്ങിന് മുന്നിൽ ഇന്ത്യയുടെ പേരുകേട്ട ബാറ്റർമാർ ഒന്നിനു പിറകെ ഒന്നായി കൂടാരം കയറുമ്പോൾ നോക്കിയിരിക്കാനായിരുന്നു സഞ്ജുവിൻ്റെ വിധി. ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിലെ മോശം ഫോമിൻ്റെ പേരിൽ ഇനിയും സഞ്ജു പുറത്തിരിക്കുമോ എന്ന് കണ്ടറിയണം.
വിന്നിംഗ് കോമ്പിനേഷൻ പൊളിക്കാനാകില്ലെന്ന ന്യായമാണ് ഇതുവരെ സൂര്യകുമാർ യാദവും ടീം മാനേജ്മെൻറ്റും പറഞ്ഞിരുന്നത്. നിരന്തരം പരാജയപ്പെടുമ്പോഴും തിലക് വർമ്മയും അഭിഷേകും ടീമിൽ തുടർന്നതും ഈ ഒരു തീരുമാനത്തിൻ്റെ ബലത്തിലായിരുന്നു. ഓസ്ട്രേലിയയെ തകർത്ത് പ്രൈം ടൈമിൽ കുതിക്കുന്ന സിംബാബ്വെക്കെതിരെയാണ് ഇന്ത്യയുടെ നിർണായക മത്സരം. അതും സ്പിന്നിനെ തുണക്കുന്ന ചെപ്പോക്കിലെ പിച്ചിൽ. ടോപ്പ് ഓർഡറിലേക്ക് സഞ്ജു സാംസൺ മടങ്ങിയെത്തിയേ തീരൂ. ലെഫ്റ്റ് റൈറ്റ് ടാക്ടിക്കൽ കോമ്പിനേഷനിലേക്ക് ഇന്ത്യ പ്രവേശിക്കുമോ? ഉത്തരം പറയേണ്ടത് അടുത്ത മത്സരമാണ്.